മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് രാവിലെ മാതൃഭൂമി പത്രം വായിച്ചപ്പോൾ ആരാധ്യനായ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ്റെ ഒരു കമന്റ് വായിക്കേണ്ടായി. അദ്ദേഹം എവിടെയോ പ്രസംഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ ഒരു കമന്റ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്നതിന് പകരം ഗുജറാത്തുകാരനായ മഹാത്മാഗാന്ധിയുടെ, ഗുജറാത്തുകാരനായ നരേന്ദ്രമോദിയുടെ ആ കമന്റ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ളതിന് മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നാണ് പത്രത്തിലെ വാർത്ത. ഫേസ്ബുക്കിലും അതുപോലെ ചില കമന്റുകൾ കാണുകയുണ്ടായി. അപ്പോ അത് സംഭവിച്ചിരിക്കാനിടയുണ്ട്. ഏതായാലും മഹാത്മാഗാന്ധിയെക്കുറിച്ച് തൻ്റെ എല്ലാ പ്രഭാഷണത്തിലും പറയുകയും ഗാന്ധി ജയന്തിയായ നാളെ ഒക്ടോബർ 2-ാം തീയതി ഭാരതത്തെ അടിമുടി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കലും, മഹാത്മാഗാന്ധിയുടെ 100-ാം ജന്മവാർഷികം അതെത്തുമ്പോൾ ഭാരതത്തെ ക്ലീൻലിനെസ്സിന്റെ പരമാവധി ലെവലിൽ എത്തിക്കണമെന്നും, മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം തന്നു, നമ്മൾ മഹാത്മാഗാന്ധിക്ക് എന്തു കൊടുത്തു എന്നെല്ലാം ചോദിച്ച, നിരന്തരം പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ പേര് അറിയാത്തത് കൊണ്ടായിരിക്കില്ല തെറ്റിയത്. അതൊരു പക്ഷേ സ്ലിപ്പ് ഓഫ് ദി ടങ് ആവും. എങ്കിലും തെറ്റ് തന്നെയാണ്. അത് തെറ്റാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കേരളത്തില് കുറച്ച് പേര്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും ഞാൻ ആരാധിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. CPIയിലെ ചന്ദ്രശേഖരൻ സാറ്, CPMലെ MA ബേബി സാർ. ഒരിക്കൽ ഞാൻ AKG സെന്ററിൽ പോയപ്പോൾ അവിടുത്തെ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ എന്നെ MA ബേബി സാർ ചോദിച്ചു, എന്താണോ ഗോപാലകൃഷ താൻ ഇവിടെ ഇരിക്കുന്നേ, തനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. കുറേ നേരം അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. ചങ്ങനാശ്ശേരിയിൽ അതിപുരാതനമായൊരു ഹോട്ടൽ, ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട്. അവിടെ നിന്നാണ് എപ്പോഴും ഡോക്ടർ തോമസ് ഐസക് സാർ CPMലെ ഭക്ഷണം കഴിക്കാം. എനിക്ക് അദ്ദേഹത്തിന് ബഹുമാനമാണ്, MA ബേബി സാറിന് ബഹുമാനമാണ്, CPIയിലെ ചന്ദ്രശേഖരന് ബഹുമാനമാണ്, BJPയിലെ O രാജഗോപാൽജി എനിക്ക് ബഹുമാനം, സ്നേഹം. ഇവരെല്ലാവരേക്കാളും എനിക്ക് ഇഷ്ടവും സ്നേഹവും അക്ഷരാർത്ഥത്തിൽ ശ്രീ VM സുധീരനോടായിരുന്നു. AK ആന്റണിയെ ബഹുമാനിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ആ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തെ ഇത്രയും തകർത്ത് തരിപ്പണമാക്കിയതിനോട് ഒരു വിഷമം തോന്നിയോടുകൂടി അദ്ദേഹത്തിനോടുള്ള ബഹുമാനം പോയി. പക്ഷേ VM സുധീരനെ KPCC പ്രസിഡന്റ് ആക്കിയപ്പോൾ കേരളം ഒരു ധന്യമായ ദിശയിലേക്ക് നയിക്കപ്പെടും എന്ന് ഞാൻ വിചാരിച്ചു. കുറേയൊക്കെ അടുത്ത കാലം വരെ വിചാരിച്ചിരുന്നു. പക്ഷേ 1-2 സംസ്ഥാനത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാത്രമാണ് മോദി യുഗം കഴിഞ്ഞു എന്ന് പറഞ്ഞത്. ഒരു 8-10 MLA സീറ്റിന് ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ഒരു വലിയ പരിവർത്തനത്തെ ഇത്രയും നികൃഷ്ടമായിട്ട് പറഞ്ഞ മറ്റൊരു നേതാവും, ഉമ്മൻചാണ്ടി പറഞ്ഞില്ല, രമേശ് ചെന്നിത്തലയോ CPMലെ ആരും പറഞ്ഞില്ല, അദ്ദേഹം മാത്രമാണ് പറഞ്ഞത്. ഇന്നത്തെ പത്രത്തിൽ ഈ
മോദി നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറഞ്ഞ ആ വരിയെക്കുറിച്ച് കേട്ടപ്പോൾ PM സുധീരൻ എന്ന മനുഷ്യനോട് അക്ഷരാർത്ഥത്തിൽ എനിക്ക് പുച്ഛം തോന്നി. എനിക്ക് എന്ത് തോന്നിയില്ല എന്നുള്ളതും വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല. പക്ഷേ അദ്ദേഹം ഒരു ചരിത്രം അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും ജവഹർലാൽ നെഹ്റുവിന് ഇന്ദിരാഗാന്ധിയെ ഫിറോസ് ഗാന്ധിയുമായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നഖശിഖാന്തം ജവഹർലാൽ നെഹ്റു എതിർത്തിരുന്നു. അവസാനം ജവഹർലാൽ നെഹ്റു ഈ സംഭവം മഹാത്മാഗാന്ധിയോട് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി നെഹ്റുവിനെ ഉപദേശിച്ചു അത്രേ. ഫിറോസ് ഗണ്ഡി എന്ന പേര് പാർസിയായ ഇസ്ലാം മതത്തോട് ഏറ്റവും അടുപ്പമുള്ള ഒരു വിഭാഗമായ പാർസിയായ ഫിറോസ് ഗണ്ഡി എന്ന പേരുള്ള അദ്ദേഹത്തിന്റെ ഗണ്ഡി എന്ന പദം ഗാന്ധി എന്നാക്കി മാറ്റിയാൽ കുറേയധികം പ്രശ്നം തീരുമെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കാൻ പറഞ്ഞു. അത് ഈ അടുത്ത കാലത്ത് ഞാൻ TV-യിൽ കേട്ടതാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ എഴുതി കേട്ടിട്ടുണ്ട്, പലരും അവരുടെ പുസ്തകത്തിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇമെയിൽ വഴിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ ആധികാരികമായിട്ട് TV ചാനലിൽ കഴിഞ്ഞ ആഴ്ച വന്നതാണ്. അങ്ങനെ ഫിറോസ് ഗണ്ഡി ഫിറോസ് ഗാന്ധിയായി. അങ്ങനെ ഇന്ദിര നെഹ്റു എന്ന് പറയേണ്ടത് മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, അല്ലെങ്കിൽ ഇന്ദിര ഫിറോസ് എന്നൊക്കെ ആവേണ്ട പേര് അങ്ങനെ ഇന്ദിരാഗാന്ധിയായി. ആ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയായി. രാജീവ് ഗാന്ധിയുടെ ഇറ്റാലിയൻ ഭാര്യ ഹോട്ടൽ സപ്ലയറായി അവിടെ പഠിക്കുമ്പോൾ പ്രേമിച്ച് വിവാഹം കഴിച്ച സോണിയ എന്ന പേര് പിന്നീടിട്ടതാണ്. ഇറ്റാലിയൻ പേരുണ്ട്. ആ ഇറ്റാലിയൻ പേരിന്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടിയിരുന്നത് രാജീവ് എന്നായിരുന്നു, അല്ലെങ്കിൽ സോണിയ രാജീവ്. ആ രാജീവ് കളഞ്ഞ് സോണിയ ഗാന്ധിയാക്കി. അവരുടെ മകനെ രാഹുൽ ഗാന്ധിയാക്കി. പ്രിയങ്ക വദ്ര ആക്കേണ്ടത് പ്രിയങ്ക ഗാന്ധിയാക്കി. ഗാന്ധി എന്ന പേരിനെ പൂർണ്ണമായിട്ടും താറടിച്ചുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ കാമുകി പിന്നീട് വിവാഹിതയായപ്പോൾ ഭാര്യയായപ്പോൾ ആ സോണിയാഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി അവർക്ക് ഇന്നും ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടോ അല്ല പാസ്പോർട്ട് മാത്രമേ ഉള്ളോ? ഇറ്റലിയിൽ ഇത്രയും അധികം സ്വത്തുള്ളപ്പോ അവർക്ക് അവിടുത്തെ പൗരത്വമില്ലാതെ ഇന്ത്യൻ പൗരത്വം മാത്രമേ ഉള്ളൂ എന്ന് പോലും ജനങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് തനി ഇറ്റലിക്കാരിയുടെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള സംസാരം, തനി മന്ദബുദ്ധിയായി അയർലൻഡുകാരെ പ്രേമിച്ച് ഈ വൈക്കത്തിനടുത്തുള്ള പക്ഷി സങ്കേത കേന്ദ്രത്തിൽ പ്രേമഭാജനവുമായി സല്ലപിക്കാൻ സെക്യൂരിറ്റിക്കാരോടുകൂടി വന്ന ഭാവി പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയ വ്യക്തിയുടെ മുമ്പില് കേരള ജനത ആരാധിച്ചുകൊണ്ടിരിക്കുന്ന VM സുധീരൻ സാറ് കൈകൂപ്പി നിന്നപ്പോൾ ശരിക്കും ആ മനുഷ്യൻ ഗാന്ധിജിയുടെ പേരാണ് താൻ ആരുടെ മുമ്പിലാണോ നിൽക്കുന്നത് അവരുടെ ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മോഹൻദാസ് എന്ന പേരിലെ മാറ്റം വന്നുള്ളൂ, മോഹൻലാലായുള്ളൂ. പക്ഷെ 3 പേരുടെയും യഥാർത്ഥ പേരല്ല VM സുധീരൻ അറിഞ്ഞിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ പേര് സോണിയ എന്നല്ല, രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പേര് രാഹുൽ എന്നല്ല, പ്രിയങ്ക ഗാന്ധിയുടെ യഥാർത്ഥ പേര് പ്രിയങ്ക. 3 പേരും കാത്തലിക് ക്രിസ്ത്യൻസ്, അതേത് മതവുമാവട്ടെ. ആ മതത്തിന്റെ ഇറ്റാലിയൻ പേരില് അറിയപ്പെടുന്നവരെ പേര് മുഴുവനും മാറ്റി. ഇവിടെ തെറ്റിയേ ഉള്ളൂ പറഞ്ഞപ്പോ, അവിടെ മാറ്റി. ഇവിടെ ഗാന്ധി തെറ്റിയില്ല, ഇവിടെ ഇല്ലാത്ത ഗാന്ധി പേര് കൊടുത്തു. അങ്ങനെ ഭാരതവുമായിട്ട് യഥാർത്ഥത്തില് ഒരു രക്തബന്ധവുമില്ലാത്ത സ്ത്രീക്കുണ്ടായ പകുതി ഭാരതവുമായിട്ട് രക്തബന്ധമുള്ള 2
മാനസികമായിട്ട് വളർച്ച പോലും എത്താത്തവരുടെ മുമ്പിൽ കേരളത്തിലെ KPCC പ്രസിഡന്റ് തൊഴുകൈയോടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അടിമയെ പോലെ സോണിയയോടും രാഹുലിനോടും KPCC പ്രസിഡന്റ് പദം എനിക്ക് തന്നപ്പോൾ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരാധ്യനായിരുന്ന VM സുധീരൻ സാറെ, അങ്ങയെക്കുറിച്ച് കോൺഗ്രസ്സുകാരല്ലാത്തവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ധന്യമായ വികാരം ഒരിക്കൽ കൂടി പറയാം. അങ്ങ് തിരുവനന്തപുരത്ത് നേമം നിയോജക മണ്ഡലത്തിലാണ് ഇലക്ഷന് നിന്നിരുന്നതെങ്കിൽ ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, VM സുധീരൻ സാറാണ് നിൽക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റായിട്ട് ശ്രീ O രാജഗോപാലൻ നിന്നാലും VM സുധീരനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അത്രയും ഞാൻ അങ്ങയെ ആരാധിച്ചിരുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രവൃത്തിയും രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ, രാഹുൽ ഗാന്ധി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ പദം തന്നെ ഞാൻ ഉപയോഗിക്കുന്നു, സോണിയാഗാന്ധിയുടെയൊക്കെ മുമ്പിൽ ചങ്കൂറ്റവും ആണത്വമുള്ള മുഖവും ചൈതന്യവും ധീരതയുമുള്ള അങ്ങ് ശരിക്ക് വാലാട്ടി നിൽക്കുമ്പോൾ അങ്ങയുടെ സ്ഥാനത്തിനൊരു പക്ഷേ അത് ആവശ്യമായിരിക്കാം. അങ്ങ് താഴേണ്ടത് നിലനിൽക്കാൻ ഒരുപക്ഷെ അത്യാവശ്യമായിരിക്കാം. പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് രണ്ട് കാലിലും മന്തുള്ളവന് ഒരു കാലിലും മന്തില്ലാത്തവനെ മന്ദ എന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്നവനും കാണുന്നവനും തോന്നുന്ന പുച്ഛമുണ്ടല്ലോ, അത് അങ്ങയോടായിരിക്കും എന്നുകൂടി അറിയുക. അമേരിക്കൻ ജനത സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് നെഹ്റുവിനോ മറ്റു ഒരു പ്രധാനമന്ത്രിക്കോ കൊടുക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും സ്വീകരണം അദ്ദേഹം ഏറ്റുവാങ്ങിയപ്പോൾ, അദ്ദേഹം ഏത് പാർട്ടിക്കാരനാവട്ടെ, ഒരു ഇന്ത്യക്കാരൻ എന്നെടുക്കാം, 18,000 പേര് ഒരു സദസ്സിലും പിന്നെ നീല ഡ്രസ്സിട്ട് 63,000 പേര് പങ്കെടുത്ത് ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിച്ച വേറൊരു സദസ്സും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. മാതൃഭൂമിയിൽ ഫോട്ടോയും ഉണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല TV-യിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയോട് തോള് ചേർന്ന് നിൽക്കാൻ ചങ്കൂറ്റം കാണിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ഹോസ്റ്റ് ചെയ്ത ലഞ്ചില് നവരാത്രി വ്രതത്തില് ഒരു ഗ്ലാസ് ചൂടുവെള്ളം മാത്രം കുടിച്ച് താനാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത, മാത്രമല്ല ഇത്രയും ദിവസം തളരാതെ തകരാതെ വരളാതെ ആ വ്രതത്തിൽ ഇരുന്നു കൊണ്ട് അമേരിക്കൻ ജനതയെ ആവേശഭരിതമാക്കി തന്റെ രാഷ്ട്രത്തിന്റെ കുറവ് പരിഹരിക്കാൻ എല്ലാവരുടെ സഹായവും വേണമെന്നും നമുക്ക് ഒരുമിച്ച് നീങ്ങാമെന്നും പറഞ്ഞ ആദ്യം വാഷിംഗ്ടൺ പോസ്റ്റില് ഒറ്റയ്ക്ക് എഡിറ്റോറിയൽ എഴുതി, അമേരിക്കൻ പത്രത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് എഡിറ്റോറിയൽ എഴുതി. പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബറാക് ഒബാമയും ചേർന്ന് എഡിറ്റോറിയൽ എഴുതി. ലോകത്തിനെ മുമ്പിൽ കണ്ടുകൊണ്ട് UNO-വിൽ ചെന്ന് UNO-യിലെ G4-ഉം G7-ഉം എല്ലാം വലിച്ചു കളയണമെന്ന് ഒരു ചായക്കടക്കാരന് ജനിച്ച് ചായക്കടക്കാരനായി വളർന്ന ഒരു വ്യക്തിക്ക് സാധിച്ചു എങ്കിൽ, സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച മന്ദബുദ്ധിയായ രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്കിൽ ഈ നാടിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് കുറെ പേര് വെറുതെയെങ്കിലും ചിന്തിച്ചാൽ അതിന് VM സുധീരൻ ഉത്തരം പറയാൻ സാധിക്കില്ല. ഒരാൾ പറഞ്ഞു, അങ്ങയുടെ നേതാവ് പറഞ്ഞു ജപ്പാനിൽ ചെന്ന് ചെണ്ട കൊട്ടി എന്ന്. അതൊക്കെ പറയാൻ യോഗ്യതയുള്ളവരല്ലേ പറയേണ്ടത്? മൂർഖൻ പാമ്പ് കടിച്ചപ്പോ ഞാഞ്ഞൂള് പറയാറുണ്ട്, ഞാനും മൂർഖൻ പാമ്പുമാണ് അയാളെ കൊത്തിയതെന്ന്. അങ്ങനെ ഒരു ഞാഞ്ഞൂളിന്റെ ലെവലല്ലേ അങ്ങക്ക് ഈ ഭാവി പ്രധാനമന്ത്രിയുടെ മുഖത്തും പ്രവർത്തനത്തിലും വാക്കിലും വീക്ഷണത്തിലും ബാലിശമായ അമ്മയുടെ പുറകെ സാരിത്തുമ്പിൽ തൊട്ടുകൊണ്ട് പോകുന്ന ഒരു കുട്ടിയെ കാണാൻ സാധിക്കാം. അയാൾ പറഞ്ഞു കൂട്ടിയ വികൃതമായിട്ടുള്ള തെറ്റായിട്ടുള്ള പേരും തെറ്റായിട്ടുള്ള ടൈറ്റിലുമുള്ള അയാൾ പറഞ്ഞു കൂട്ടിയ ആ വികൃതമായ ആ വാക്കുകളും വരികളും ഒരു തരത്തില്
ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത രീതിയിൽ പറഞ്ഞ ആ വ്യക്തിയുടെ മുമ്പിൽ നിന്ന് തൊഴുകയോടെ നിർദ്ദേശവും ആജ്ഞയും ഒരടിമയെ പോലെ സ്വീകരിക്കുന്ന VM സുധീരൻ സാറിന് മോഹൻലാൽ കരംചന്ദ് ഗാന്ധി എന്നറിയാതെ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തു പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനുള്ള യോഗ്യത അങ്ങക്കില്ല. ആ യോഗ്യത അങ്ങക്ക് ഉണ്ടാവണമെങ്കിൽ അങ്ങയുടെ പാർട്ടിയുടെ പരമോന്നത നേതാക്കന്മാര് 2 പേര് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എവിടെയാണോ പോയത് അവിടേക്ക് പോകുമ്പോഴെങ്കിലും ഈ ദാസ്യഭാവ ഭക്തി അങ്ങയുടെ മനസ്സിൽ നിന്ന് പോകട്ടെ എന്ന് കേരളീയരിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചാൽ അത് യഥാർത്ഥ ആഗ്രഹമായിരിക്കും. അങ്ങയോടുള്ള ബഹുമാനം, സ്നേഹം, ആദരവ്, കടപ്പാട്, ധർമ്മബോധത്തോടു കൂടിയ ആ നന്മയായിരിക്കും. പക്ഷേ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ഒരു പക്ഷേ ഇംപാർഷ്യലും അൺബയസ്ഡുമായിട്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ 125 ദിവസം കൊണ്ട് സാധിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ആരാധകനല്ലാത്തവനോ ആവട്ടെ, എത്രയോ മുസ്ലിങ്ങൾ ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. യഥാർത്ഥത്തിൽ എത്രയോ മുസ്ലിങ്ങൾ അല്ലാത്തവര്, വിദേശികള്, പരദേശികള് അതിഗംഭീരമായിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിദേശികള്, മോഡിയുടെ ശത്രുക്കൾ പോലും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങയെ പോലെയുള്ളവർ ഈ രാഷ്ട്രത്തിനകത്തിരുന്നു കൊണ്ട് മോദിയുടെ ഒരു വാക്കിൽ കയറി പിടിച്ച് അവഹേളിച്ചപ്പോൾ ആരാധ്യനായ സുധീര, അങ്ങയുടെ പേരും പ്രസിദ്ധിയും മൂല്യവുമാണ് ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായത്. മോഹൻലാല്, മോഹൻദാസ് അതുപയോഗിച്ച തെറ്റ് ആരാണോ ചെയ്തത് അയാളുടെ പേരും പ്രസിദ്ധിയും വലുതായിട്ടൊന്നും താഴില്ല എന്നെ പോലെ കുറച്ചു പേര് വിചാരിച്ചാൽ ഞങ്ങളെ തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം CNN, IBNലും ഹെഡ്ലൈൻസ് ടുഡേയിലും ടൈംസ് നൗവിലും ന്യൂസൊക്കെ കൊടുക്കുന്നതിലും നിരന്തരം ഞങ്ങൾ കണ്ടു. ആ കാഴ്ച ഭാരതീയനായി ജനിച്ചതിൽ ആത്മാഭിമാനം തോന്നുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോടുള്ള പ്രഭാഷണവും അദ്ദേഹത്തിന്റെ ടീച്ചേഴ്സിനോടുള്ള പ്രഭാഷണവും. മറയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് നിരന്തരം നെഹ്റുവിന് ശേഷം പ്രസംഗിച്ചവരെല്ലാം ഒരു മറയില്ലാതെ ജനങ്ങളോട് സംസാരിച്ചത് ആദ്യമായിട്ടാണ്. അതെല്ലാം കാണാനും അതെല്ലാം കേൾക്കാനും അതെല്ലാം ഒന്ന് ചിന്തിക്കാനും അങ്ങയെ പോലെ കറുത്ത മനസ്സുണ്ടെങ്കിൽ സാധിക്കില്ല സുധീര. പ്രണാമം, നമസ്കാരം.